സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഒരു കുഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 3-4 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ വ്ളോഗ് ഇടാത്ത. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ വരുമോ, ഓക്കെ ഞാൻ പുതിയ വ്ളോഗ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഐ എം സോ ഹാപ്പി. അതായത് എനിക്ക് പതിയാണ് കയറി വരുന്നത്, ബട്ട് ഐ എം റിയലി എൻജോയിങ് ദാറ്റ്. അപ്പോൾ ടുഡേസ് വ്ളോഗ് ഇസ് അബൌട്ട് ഇസ്കോൺ ടെമ്പിൾ. ഇസ്കോൺ ടെമ്പിൾ ഒരു കൃഷ്ണ ടെമ്പിളാണ്. ഇവിടെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങണം. അത് ഗ്രീൻ ലൈനിലാണ് വരുന്നത്. അവിടെ നിന്നൊരു 50 to 60 meters നടന്നാൽ നിങ്ങൾ ഇവിടെ എത്തും. ആൻഡ് ഇത് മോർ ലൈക്ക് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതൊക്കെ പോലെയാണ്. ലൈക്ക് തിരക്കുണ്ട്, പിന്നെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മൾ അവിടെ പോയത് ഒരു 8-9 മണി റേഞ്ചിലായിരുന്നു. ആൻഡ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് ഞാനും കുറച്ച് തിരക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മൊത്തം സ്റ്റേഴ്സാണ്, നമ്മളിങ്ങനെ കയറി പോകേണ്ടത്. പക്ഷെ അങ്ങനെ ടയേർഡ് ആവുന്ന രീതിയിൽ അത്രയ്ക്ക് സ്റ്റേഴ്സൊന്നും ഇല്ല. ആൻഡ് ഫുഡ് വെയർ നമ്മൾ പുറത്ത് തന്നെ സൂക്ഷിക്കണം. ലൈക്ക് അവർ തന്നെ നമുക്കൊരു കൂപ്പൺ തരും. ഒരു ഫുഡ് വെയറിന് 5 രൂപ, അതായത് ഒരു ജോഡി ഫുഡ് വെയറിന് 5 രൂപ വെച്ചിട്ട് എത്ര പേരാണോ അതിനനുസരിച്ച് ക്യാഷ് കൊടുത്തിട്ട് നമുക്കൊരു കൂപ്പൺ തരും. അങ്ങനെ നമ്മൾ ക്ലൈംബ് ചെയ്ത് മുകളിലെത്തുമ്പോഴാണ് മെയിൻ നട വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഞാനത് അറിഞ്ഞിരുന്നില്ല. അകത്ത് കയറി ഞാനിങ്ങനെ വീഡിയോ എടുത്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അത് എടുത്തില്ല. ഇവിടെ എനിക്ക് എന്താ വെറൈറ്റി ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ നടയിൽ കയറിയ ശേഷം നമ്മളെ ലീഡ് ചെയ്യുന്നത് ഈ സ്ഥലത്തോട്ടാണ്. അതായത് ഇത് പുറത്തിറങ്ങിയിട്ട് കാണുന്നതല്ല ഇതൊന്നും. ഇതൊക്കെ ആ മെയിൻ നടയുടെ അകത്തൂടെ ലീഡ് ചെയ്യുന്നൊരു വഴിയാണ്. ഇവിടെ ഒരുപാട് സ്റ്റോളുണ്ട്, കൃഷ്ണൻ്റെ രാധയുടെയും സ്റ്റാച്യൂസ് ഉണ്ട്. നമുക്ക് അത് മേടിച്ചുകൊണ്ടൊക്കെ പോകും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാൻ കുറേ ഉണ്ട്. ശംഖ്, ഓടക്കുഴൽ, കൃഷ്ണൻ്റെ രാധയുടെയും പ്രതിമ. അങ്ങനെ ഇതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നു. ഒരു മെയിൻ നടയുടെ അകത്ത് ഇങ്ങനെ എക്സിബിഷൻ, ഈവൻ ബുക്സ് പോലും അവിടെ ഉണ്ട്. ഐ ഡോണ്ട് നോ ഏതാ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന്, പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര സമാധാനം പോലെ തോന്നി എനിക്ക് അതിനകത്ത് കയറിയപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് ഐ ഡോണ്ട് നോ, നമ്മുടെ ചെരുപ്പ് ഇവിടെ അല്ലേ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പെടുക്കും, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ തിരക്കുള്ള ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ജീവിച്ചു തുടങ്ങിയപ്പം ലൈക്ക് ഭയങ്കര വർക്ക് പ്രഷറും എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ വൺസ് ഇൻ എ വൈൽ ലൈക്ക് ആക്ച്വലി റെഗുലർലി പോയാൽ നല്ലതായിരിക്കും. പാർക്കിലോ അമ്പലത്തിലോ ഒക്കെ കുറച്ച് സമാധാനം കിട്ടുന്ന ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ തരാമെന്ന് കരുതി. ടെമ്പിളിന് കന്നഡയിൽ പറയുന്നത് ദേവസ്ഥാനം എന്നാണ്. ബൈ ബൈ.